ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ലെബനനിൽ നിന്ന് വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. പ്രത്യേകിച്ച് ലെബനോണിൽ ഹെസ്ബുള്ളയ്ക്ക് വലിയ രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്, ടണലുകളുടെ നെറ്റ്വർക്ക് ഉണ്ട് എന്ന വാർത്ത വരുന്നു. വലിയ തുരങ്കങ്ങൾ, ഒരുപക്ഷെ ഹമാസിന് ഗസയിലുള്ളതിനേക്കാൾ വലിയ നെറ്റ്വർക്കാണ്, തുരങ്കങ്ങളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടെന്ന വാർത്തയാണ് വരുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിന് പോലും അമ്പരപ്പ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, ലെബനോണിലെ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് തുരങ്കങ്ങളിലൂടെ വലിയ ട്രക്കുകൾ ഓടിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നു. ഇറാനും ഹെസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന വാർത്തകൾ വന്നതിന് പിറകെയാണ് ഹെസ്ബുള്ള ഇത് സംബന്ധിച്ചുള്ള വീഡിയോകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് ഗസയിലെ ഹമാസിൻ്റെ തുരങ്കങ്ങളിലാണ്. പക്ഷെ അതിനേക്കാൾ വിപുലമായ തുരങ്കങ്ങൾ ഹെസ്ബുള്ള നിർമ്മിച്ചിരിക്കുന്നു എന്ന വാർത്ത ഒരുപക്ഷെ ഈ യുദ്ധ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഹെസ്ബുള്ള അയച്ച റോക്കറ്റുകൾ, 100-ലേറെ റോക്കറ്റുകളിൽ ഒന്ന് തട്ടി വടക്കൻ ഇസ്രായേലിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വല്ലാത്ത രീതിയിൽ ഇസ്രായേലിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം 100 കണക്കിന് റോക്കറ്റുകളാണ് ഹെസ്ബുള്ള അയച്ചത്. ഇതേ തുടർന്ന് നിർബന്ധിതമായിട്ടും ഈ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഒരുപാട് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു. ഈ സൈനികനെ വധിച്ചതിനെ തുടർന്നാണ് തിരിച്ചാക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനൻ താഴ്വരകളിൽ വളരെ ഡീപ്പായിട്ട് ചെന്ന് അവിടുത്തെ വലിയൊരു ഡെപ്പോ, ആയുധങ്ങളുടെ ശേഖരം നശിപ്പിച്ചു എന്ന വാർത്ത കൂടി വരുന്നു. അപ്പോൾ ഇസ്രായേൽ ലെബനൻ പോരാട്ടം കൂടുതൽ രൂക്ഷമാകുകയാണ്. തുറന്ന യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേൽ ഈ മണിക്കൂറുകളിൽ ഗസ സിറ്റിയിലെ ഒരു സ്കൂളിന് നേരെ ആക്രമണം നടത്തി. അതിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. മരണസംഖ്യ 40,200 അടുത്ത് എത്തിയിരിക്കുന്നുവെന്ന സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച പൂർത്തിയാക്കി ഈജിപ്തിലെത്തി. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ ഫത്ത അൽ സിസിയുമായി ചർച്ച നടത്തുകയാണ്. ഇത് യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണ്, ഗസയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന തരത്തിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ സാധ്യമാവുമോ എന്നാണ് 9ാം തവണയും എത്തിയിരിക്കുന്ന പൂർവേഷ്യയിൽ എത്തിയിരിക്കുന്ന ആന്റണി ബ്ലിങ്കനും അമേരിക്കയും ചിന്തിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ എളുപ്പമല്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് അതിനുള്ള വെടിനിർത്തലിനുള്ള സാധ്യത കാണുന്നില്ല എന്ന് തന്നെയാണ്. ഹമാസ് പറയുന്നത് ഇസ്രായേൽ എല്ലാം തടഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഹമാസ് ടെല്ലവീവിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വല്ലാത്ത രീതിയിലുള്ള ചർച്ചകളും നടന്നു വരികയാണ്. അവിടെ ചാവേർ എത്തി സ്ഫോടനം നടത്തി. ആരും കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും ചാവർ നേരത്തെ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. ഹമാസ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റിട്ടുണ്ട്. പാലസ്തീനി ഇസ്ലാമിക് ജിഹാദുമായി ചേർന്ന് തങ്ങളാണ് നടത്തിയതെന്ന് അവകാശപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഈ രീതിയിൽ തുടർന്നാൽ ചാവേർ ആക്രമണം ഇസ്രായേലിൻ്റെ പല ഭാഗത്തും ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ അനുരണനങ്ങൾ ഇവിടെ മാത്രം നിലനിൽക്കുന്നില്ല. അമേരിക്കയിൽ ദേശീയ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന അതിന് പുറത്ത് ആയിരക്കണക്കിന് പാലസ്തീൻ അനുകൂലികൾ പ്രതിഷേധം നടത്തുകയാണ്. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് അമേരിക്ക നിർത്തുക, അല്ലാത്ത പക്ഷം ഡെമോക്രാറ്റിക് പാർട്ടിക്കും കമലാ ഹാരിസിനും വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ പ്രകടനം നടക്കുന്നത്. അവിടെ കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഈ പ്രകടനത്തിൽ ഒരു വിധത്തിൽ പരോക്ഷമായി അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും
വലിയ രീതിയിലൊരു പിന്തുണ 130 സർവകലാശാലകളിൽ കലാപം നടന്നു പാലസ്തീൻ അനുകൂലമായിട്ട്. അമേരിക്കയിലും ഇസ്രായേൽ വിരുദ്ധ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനാണ് കൂടുതൽ പിന്തുണ നൽകുന്നതെന്നും ഇസ്രായേലി പ്രധാനമന്ത്രിയെ കണ്ട ആന്റണി ബ്ലിങ്കൻ അമേരിക്കയ്ക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും ഹമാസും മറ്റു പാലസ്തീൻ രാജ്യങ്ങളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്.